തന്നെ ഇത്തിരി സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് പുറത്താരോടും പറഞ്ഞു തീർക്കാറില്ല. കാരണം എന്താ? അതെന്റെ മര്യാദ. അങ്ങനത്തെ ഒരു പെണ്ണാണ് ഞാൻ. എന്നിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് എന്റെ അടിക്ക് ഉമ്മേണ്ടാന്ന് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്കൊരു തുണ എന്തെങ്കിലും ദൈവം കൊണ്ട് തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആരും ഇല്ലേ ഇവിടെ? ദൈവം ഇത്രക്കും ഫാസ്റ്റാ, പറഞ്ഞോടനെ കേട്ടാ. ആരാത്? അല്ല, ഈ മഹേഷിന്റെ വീട്? മഹേഷ് 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 3 വേരിയേഷനിൽ പറഞ്ഞാ വീട് അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് പറഞ്ഞൂടെ ഏതാ വീടെന്നൊന്ന് പറയാവോ? ഞാൻ ഈ മഹേഷിന്റെ, അയ്യോ ഇത് മഹേഷിന്റെ വീടല്ല. അല്ല, നമ്മുടെ പ്യൂൺ മഹേഷാണ്. അതെ അതെ. പ്യൂൺ മഹേഷിന്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് പുറകിൽ റബ്ബർ തോട്ടം ഉണ്ട്. ഈ റബ്ബർ തോട്ടത്തിന്റെ അവിടുന്ന് താഴത്തോട്ട് നടന്നു പോകാൻ നേരത്ത് എല്ലാരും കൂടെ പിടിച്ചു വെച്ച് കെട്ടിച്ച നമ്മുടെ രതീഷിന്റെ വീടുണ്ട്. ആ പെണ്ണിന്റെ വീടിന്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിയാൻ നേരത്ത് നാട്ടുകാരെല്ലാം കൂടെ മരത്തെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ച നമ്മുടെ പിന്നെ ഉമ്മറുണ്ട്. ഉമ്മറിന്റെ വീടിന്റെ അല്ലല്ല, ഞാൻ സത്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിൽ നേരെ ചൊവ്വ കെട്ടി ആരും ഇല്ലേ? ഉണ്ട്. അപ്പൊ അതിലാരെങ്കിലും ഈ മഹേഷിന്റെ വീട് അവിടെ അറിയത്തില്ലയോ? ആളാണ് ഈ മഹേഷ്. മഹേഷ് ഓക്കെ, അപ്പൊ മഹേഷിനൊന്നും അല്ല. എന്താ മഹേഷിന് എന്ത് പറ്റി? മഹേഷിന് അല്ല, മഹേഷിന്റെ മകനൊരു പുസ്തകം കൊടുക്കണ്ട്. ഞാൻ മാഷ അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ്. അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ? അയ്യോ എന്റെ ദൈവമേ, മാഷായിരുന്നോ? അതെ അതെ. അയ്യോ സത്യം. അല്ലല്ലോ മാഷ്, ഒരു കാര്യം പറയുന്നുണ്ടെന്ന് തോന്നരുതേ. എന്തേ? പുറത്തൊക്കെ നല്ല മഴയല്ലേ മാഷ്? മഴ ഭയങ്കര മഴയല്ലേ? ഇപ്പൊ നല്ല ന്യൂസിനകത്തൂടെ പറഞ്ഞതേ ഉള്ളു. എന്താ? നല്ല മഴയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കരുത്, നല്ല ഇടിയും മിന്നലും കൊള്ളിയാനൊക്കെ ഉള്ളതാണെന്ന്. അത് മാത്രമല്ല, ബുക്കും കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരെ അത് അടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. മീൻപിടുത്തക്കാർ അങ്ങനെ ശ്രദ്ധിക്കാന്ന് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? നല്ല ബുക്കും കൊണ്ട് അങ്ങനെ പറയുന്നില്ല. അത് ഇന്നലത്തെ ന്യൂസിലായിരുന്നു. ഇന്നത്തെ ന്യൂസിൽ ബുക്കും കൊണ്ട് ഇറങ്ങുന്നവരെ പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മിന്നലേക്കൊന്നും കണ്ടാ ഞാൻ പറഞ്ഞ മിന്നലേക്കൊന്ന് ഞാൻ പറഞ്ഞ ഇതാണ് പറഞ്ഞത്. മാഷ മഴ കുറയട്ടെ മാഷ. നല്ല മഴ. അല്ല മഴ കുറയട്ടെ മാഷ്. ഇവിടെ ഇരിക്കും മാഷേ, ഇരിക്കുന്നത്. അയ്യോ സത്യം പറഞ്ഞ ഈ ട്യൂട്ടർ കോളേജിന്റെ പേരെന്തോന്ന് പറഞ്ഞു? അക്ഷര. മാഷ് അവിടെ എന്താ വിഷയം? അവിടെ ഞാൻ ഈ ഒരു ബിസ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ ഒരു മുട്ട ഓംപ്ലേറ്റ് എടുത്തതിന്റെ ഒരു വിഷയം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ലൗലിക്ക ഒരു ദിവസം ഞാൻ നമ്മുടെ ലൗലിരിയിൽ തന്നെ ഞാൻ എടുത്ത ഒരു, അത് എനിക്ക് ഇഷ്ടമാണ് ഈ ലൗലിക്ക. മാഷ് അവിടെ നിന്ന് ഓരോന്ന് മോട്ടി ചെയ്യുന്നതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മാഷ് അവിടെ എന്ത് വിഷയം പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ മലയാളം. എന്റെ പൊന്നു മാഷ് സത്യസന്ധമായിട്ട് പറയാലോ, ഞാൻ സത്യം പറഞ്ഞ ഈ ട്യൂട്ടോറിയൽ കോളേജിന്റെ വാതിക്കലൂടെ പോകാറുണ്ട്. അപ്പൊ മറ്റേ ഇത്രയുള്ള ഇത് ഷെഡ് കെട്ടി വെച്ചിരിക്കുമല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കവിതയും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈ അപ്പൊ മാഷാണല്ലേ അത് പാടിക്കൊണ്ടിരുന്നത്? ഞാൻ ചൊല്ലും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചൊല്ലും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മാഷ് എനിക്ക് വേണ്ടിട്ടൊരു കവിത ചൊല്ലാവോ? പേരെങ്ങനെ? കുന്നുമ്മേൽ ശാന്ത. എന്ത് പറ്റി മാഷേ? മഹേഷിനൊന്ന് കണ്ടു വരാം. അല്ലല്ലോ മാഷ് ഇടിവിട്ടോന്ന്. എന്റെ മാഷ് ഇങ്ങി വന്നേ. മാഷ് എന്റെ മാഷ് എന്തിനാ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല? വേറൊന്നും അല്ല, ഞാനേ അത്യാവശ്യമായിട്ട് മഹേഷിന്റെ വീട്ടിൽ പോണ. മാഷെ, ഒരു സ്ത്രീക്കും പുരുഷനും ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പവും. അല്ല, എന്നെ എല്ലാവർക്കും അറിയാം, ഭരതൻ മാഷ് എന്ന് പറഞ്ഞാ. എന്റെ മാഷിനിപ്പോ എന്താണ് ചിന്ത? നമ്മൾ രണ്ടും കൂടെ ഇവിടെ സംസാരിക്കാൻ നേരത്ത് അപ്പുറത്തെ വീട്ടിലെ ഗിരി ചേച്ചി എന്തെങ്കിലും സംശയിക്കുമെന്നാണ്? മാഷ് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ വിളിച്ചു കയറ്റിയതാണെന്ന് പറഞ്ഞോളാം. മാഷിന്റെ ടെൻഷൻ ഇല്ല. എന്റെ മാഷ് ഇങ്ങി വന്നേ. മാഷ് ഇവിടെ ഇരിക്കുന്നു. ഇടി വെട്ടു എന്ന് പറഞ്ഞില്ലേ മാഷ്? മിന്നലടിച്ചു കഴിഞ്ഞാൽ ഈ തലയിലെ മുടി പോലും കാണത്തില്ല. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത്. പക്ഷെ ഇരിക്കും മാഷ ഇവിടെ. പറഞ്ഞോളൂ. പക്ഷെ ആ കവിത എനിക്കൊന്ന് ചൊല്ലിത്താ മാഷ. എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? മറ്റേ മാമ്പഴം. അല്ല, എനിക്കൊന്നും സമയമില്ല. അല്ല, എനിക്ക് ഒന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടല്ലേ മാഷേ, ഒന്ന് ചൊല്ലിത്തായിരിക്കും അത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, അമ്മ തന്നേത്രത്തിൽ നിൻ ചുടു കണ്ണീറുതിർന്നു. 4 മാസത്തിൻ മുൻപിലെങ്ങനെ കൊതിച്ചിട്ടി ബാലമാം ബന്ധം പൂവി തുണ്ണികൾ വിരിയവേ. തുണ്ണികൾ വിരിയവേ. അതെന്താ തുണ്ണികൾ? തുണ്ണികൾ അങ്ങനെ മാമ്പഴത്തിൽ അങ്ങനെ മാമ്പഴത്തിലെ തുണ്ണികൾ. മാമ്പഴത്തിൽ മാങ്ങാണ്ടിയുള്ളൂ, തുണ്ണികളൊന്നും ഇല്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് പോണ്ടേ കുറച്ച് കാര്യങ്ങൾ. മാഷ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മാഷിനെ അറിയാമോ, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്ത് പറ്റി? മാഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല.